ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ബിസിനസ്സിലോ കരിയറിലോ ജീവിതത്തിലോ കഠിനമായി പരിശ്രമിച്ചിട്ടും യാതൊരു ഫലവും കിട്ടാതെ നമ്മൾ എപ്പോഴെങ്കിലും മടുത്തു പോയിട്ടുണ്ടോ? രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് പണിയെടുത്തു, എന്നാൽ കൺമുൻപിൽ ശൂന്യത മാത്രം കണ്ട് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നമ്മൾ? പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സകല ബുദ്ധിയും കഠിനാധ്വാനവും പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു വിജയം നേടാം എന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 5:4-6 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇപ്രകാരം: സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറുമാറായി. തോറ്റുപോയ ഒരു കൂട്ടം മനുഷ്യരെ ലോകത്തെ കീഴടക്കുന്ന വിജയികളാക്കി മാറ്റിയ അത്ഭുതകരമായ ഒരു വഴിത്തിരിവിന്റെ പശ്ചാത്തലമാണിത്. ഗലീല കടലിന്റെ തീരത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പത്രോസും കൂട്ടുകാരും പ്രൊഫഷണൽ മീൻപിടുത്തക്കാരാണ്. കടലിന്റെ ഓരോ മുക്കും മൂലയും അവർക്കറിയാം. മീൻ കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണ്. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, പക്ഷേ ഒരു മീൻ പോലും കിട്ടിയില്ല. അവർ ആകെ തളർന്ന് നിരാശയായി തോൽവി സമ്മതിച്ച് കരയ്ക്കടുത്ത് വലകൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യേശു അവരോട് പറഞ്ഞു, ആ ഒരു ബോട്ട് ഇങ്ങോട്ട് തന്നേ, ഞാനിരുന്ന് ഇവരോട് വചനം പറയട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം പറഞ്ഞു, ആഴമുള്ളതിലേക്ക് നീക്കി വല ഇറക്കുകയും. ആ മീൻപിടുത്തക്കാരന്റെ യുക്തിക്ക് നിരക്കാത്തതായിരുന്നു ആ കൽപ്പന. കാരണം വെളിച്ചമുള്ള പകൽ സമയത്ത്, അതും ആഴക്കടലിൽ, മീൻ കിട്ടുക എന്നത് അസാധ്യമായിരുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കും. പത്രോസിന്റെ അവസ്ഥ, അവൻ തുറന്നു പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ അതിനുശേഷം പത്രോസ് പറഞ്ഞ ആ ഒരൊറ്റ വാക്കാണ് അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളും പരാജയത്തിന്റെ കഥകൾ പറയുമ്പോൾ അതിനെയെല്ലാം മറികടക്കാൻ എങ്കിലും ഞാൻ വീണ്ടും ശ്രമിക്കുമെന്നൊരു ഉറച്ച തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. യേശു പറഞ്ഞത് ആഴമുള്ളതിലേക്ക് നീക്കുക എന്നാണ്. തീരത്തോട് അടുത്ത് കിടന്നാൽ വലിയ മീനുകളെ കിട്ടില്ല. സുരക്ഷിതമായ മേഖലയിൽ നിന്നും മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ എപ്പോഴും ഉള്ളത് നമ്മുടെ കംഫർട്ട് സോണിലാണ്. കർത്താവ് പറയുന്ന ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മടിച്ചു നിൽക്കുകയാണ്. പത്രോസ് വചനം കേട്ട് വെറുതെ ഇരുന്നില്ല. അവൻ പടക് ആഴത്തിലേക്ക് നീക്കി വല താഴേക്ക് ഇറക്കി. നമ്മുടെ അധ്വാനത്തോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തിലുള്ള പൂർണ്ണമായ അനുസരണവും ഉടൻ തന്നെയുള്ള പ്രവൃത്തിയും കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ വലകൾ നിറഞ്ഞു കവിയുന്ന വലിയൊരു വിജയം ദൈവം നമുക്ക് തരുന്നത്. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വചനം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു 5-6 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരാജയം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. പത്രോസ് പരാജയപ്പെട്ടു, രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. ഇന്ന് പലരും അങ്ങനെ തന്നെയാണ്. ജോലിയിൽ, ബിസിനസ്സിൽ, പഠനത്തിൽ, കുടുംബജീവിതത്തിൽ, പ്രാർത്ഥനയിൽ. എന്നാൽ ഒരു പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല. ദൈവം പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ നിരാശയ്ക്ക് ശേഷം ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നൽകുന്നത്. രണ്ടാമതായിട്ട്, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും യുക്തിസഹമായി തോന്നണമെന്നില്ല. പല പ്രതിസന്ധികളും വരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവമേ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്, ശരിയല്ലല്ലോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. യേശു
ഒരു മത്സ്യത്തൊഴിലാളിക്ക് മീൻ പിടിക്കുന്ന പാഠം പഠിപ്പിക്കുകയാണ് ഇവിടെ. മനുഷ്യബുദ്ധിക്ക് അത് വിചിത്രമായിരുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിനാൽ ഞാൻ വല ഇറക്കാം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. എല്ലാം മനസ്സിലാക്കുമ്പോൾ വിശ്വസിക്കുന്നതല്ല, മനസ്സിലാകാത്തപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നതാണ് ഉറച്ച വിശ്വാസം. മൂന്നാമതായി, അനുസരണം അനുഗ്രഹത്തിന്റെ പടിവാതിലാണ്. അത്ഭുതം സംഭവിച്ചത് പത്രോസ് അനുസരിച്ചപ്പോൾ മാത്രമാണ്. അനുസരണമില്ലാത്ത അനുഗ്രഹം പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുമ്പോൾ അവന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, വഴി കാണിച്ചു തരുന്നു. അടുത്തതായി, ദൈവം ശൂന്യതയെ സമൃദ്ധിയാക്കി മാറ്റുന്നു. ശൂന്യമായിരുന്ന വല നിറഞ്ഞു, നിരാശ പ്രത്യാശയായി മാറി, പരാജയം വിജയമായി മാറി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അതേ കാര്യം ചെയ്യാൻ കഴിയും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പിന്നീട് എന്താ? ആഴത്തിലേക്ക് പോകാനുള്ള ധൈര്യം വേണം. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്നതിൻ്റെ പ്രതീകമാണ്. സുരക്ഷിതമായ തീരത്ത് നിൽക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ദൈവം നമ്മെ വളർത്തുന്നത് ആഴത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ്. വലിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും വലിയ വിശ്വാസത്തിന്റെ പിന്നാലെയാണ് വരുന്നത്. അടുത്തതായി, ദൈവം സാഹചര്യങ്ങളെക്കാൾ മനുഷ്യരെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ലക്ഷ്യം മീൻ പിടിക്കുക, മീൻ കൊടുക്കുക മാത്രമായിരുന്നില്ല, പത്രോസിനെ മാറ്റുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പത്രോസിന്റെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറി. ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവവും ജീവിത രീതിയും ഒക്കെ പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുന്നു. കാരണം ശൂന്യമായ ആ പടകിനെ അത്ഭുതങ്ങളുടെ പടകായി മാറ്റിയ, കടലിലെ മത്സ്യങ്ങളെ പോലും തൻ്റെ വാക്കുകൊണ്ട് നിയന്ത്രിച്ചവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവും ആയ യേശു ക്രിസ്തു. അവന്റെ വാക്ക് നമ്മുടെ കരിയറിലെ സകല ശൂന്യതകളെയും മാറ്റാൻ ശക്തമാണ്. അതുകൊണ്ട് നിരാശപ്പെട്ട വലകൾ കഴുകി ഒതുക്കി വെക്കുന്നത് ഇന്ന് ഇവിടെ നിർത്തുക. ധൈര്യമായി നമ്മുടെ പടകുകളെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നീക്കുക. ഈ വചനം പഠിപ്പിക്കുന്നത് പരാജയങ്ങളെ വിജയമാക്കുവാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നാണ്. ശൂന്യമായ വലകൾ നിറയ്ക്കാൻ അവന് കഴിയും. നിരാശയെ പ്രത്യാശയാക്കുവാൻ അവന് കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില ശൂന്യവല അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ പത്രോസിന്റെ വാക്കുകൾ ഓർക്കുക, നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. ഈ അനുസരണമാണ് അത്ഭുതത്തിന് വഴിയൊരുക്കിയത്. ഇന്ന് ദൈവത്തെ വിശ്വസിക്കുക, അവന്റെ വചനം അനുസരിക്കുക, ആഴത്തിലേക്ക് പോകാൻ ഭയപ്പെടരുത്. നമ്മുടെ അത്ഭുതം അടുത്തതായിരിക്കാം. പത്രോസിന്റെ വല നിറച്ച ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. നമ്മളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ തിരിയും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ തക്കവണ്ണം, ഈ വചനം ശ്രയിപ്പാൻ തക്കവണ്ണം, ഇത് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം മനസ്സുള്ള എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് പരമേൽപ്പിക്കുന്നു. ഇത് വചനം കേൾക്കുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും കർത്താവെ നിന്റെ ചെറിയൻ മറവിൽ നീ മറച്ചുകൊള്ളണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ ചെറിയൻ മറവിൽ നീ മറച്ചുകൊള്ളണമേ. കർത്താവെ നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണം. അവർ എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും, എത്ര വലിയ ദുഃഖങ്ങളിലായിരുന്നാലും കർത്താവെ ഈ സമയത്ത് നീ പ്രത്യാശ കൊടുത്ത് നിറയ്ക്കണമേ. കർത്താവെ കാലിയായ വലകൾ, കർത്താവെ അവരുടെ ഭാവി ജീവിതം, അവരുടെ കരിയർ, അവരുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർന്ന് തരിപ്പിടമായ ശൂന്യതയുടെ വക്കിലാണ് കർത്താവെ. ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്നു, നീ എല്ലാം നിറച്ചു തരുന്നവനാണ്. എനിക്ക് അനുസരണമുള്ള ഒരു മകനായി, മനസ്സുള്ളവനായി ജീവിപ്പാൻ, മകളായി ജീവിപ്പാൻ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്നെ അനുസരിച്ച് ശിഷ്ടജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൂടുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ അവരവരായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുന്നവർക്ക് കർത്താവ് അനുകൂലമായ സാഹചര്യത്തിലേക്ക് അവരെ മാറ്റണമേ. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ഈ സമയത്ത് കർത്താവെ നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നീ മാത്രമാണ്. നിന്നിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവെ പുതിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം, മാറ്റങ്ങൾ വരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുവാൻ തക്കവണ്ണം നിന്റെ വൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ പലരുമുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ പ്രയാസപ്പെട്ട് ജീവിതം മടുത്തിരിക്കുന്ന പലരുമുണ്ട്. രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന, വേദനകൾ അനുഭവിക്കുന്ന പലരുമുണ്ട് കർത്താവേ. സാഹചര്യങ്ങളെ
നീ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. നീ അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതം ഇനി നീ കൊടുക്കണമേ കർത്താവേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ ഓരോരുത്തരെയും അത്ഭുതകരമായി നീ വഴി നടത്തണമേ. എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠ ജീവിതം നീ കൊടുക്കണമേ. നീ ആലോചന പറഞ്ഞ് വഴി നടത്തണമേ കർത്താവേ. നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ അവസരങ്ങളിലും നിന്നോടൊപ്പമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് എല്ലാ ഭാരങ്ങളും നിന്നിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ. പ്രാർത്ഥന ഇടുന്നതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.